ഹലോ ഗൈസ്, ഇന്നൊരു വെള്ളിയാഴ്ച വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് സ്പെഷ്യലായിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ജീരകശാല റൈസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. ഇതാണ് എൻ്റെ പാത്രം കേട്ടോ. ഈ ഒരു പാത്രത്തിൽ 2 പാത്രം അരിയാണ് ഞാൻ എടുക്കാറ്. 4 നാഴി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വരെയാണ് അളവെടുക്കൽ കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതിലേറെ കുറച്ചും കൂടി ഇട്ടാൽ ഓവറാവട്ടോ. പക്ഷെ എന്നാലും ഞാൻ തികയൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്, തികഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചോറ് കുറച്ച് കൂടുതലുണ്ടാവും എന്ന് വിചാരിക്കണം. കൂടുതലുണ്ടാവും. അപ്പോൾ അതാ കുറച്ച് അരി ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബിരിയാണി വെക്കുമ്പോൾ ഈ അരി ആദ്യം എടുത്തിട്ട് പിന്നെ പുതിയ അരി ബാക്കി എടുക്കുള്ളൂ കേട്ടോ. അപ്പം അരി 2 പ്രാവശ്യം കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മാറ്റി വെക്കാണ്. പിന്നെ തീ കത്തിച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ചായയും കടിയും പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഒന്ന് പുട്ടും ചിക്കൻ കറിയായിട്ടും ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഒരു കബോർഡ്. മല്ലി മുളക് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ എവിടെയാണ് വെക്കൽ. അപ്പോൾ കബോർഡ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. വേറെ ഒന്നും വെക്കൂല. ഒരുപോലെയുള്ള ഈ ഒരു ബോട്ടിലുകളാണ് വെക്കൽ. കളറൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരേപോലെ ഇങ്ങനെ ഇരിക്കണ കാണാനൊരു ഭംഗിയാണല്ലോ വെച്ചിട്ട് അങ്ങനെ വെച്ചിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അരിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. ബിരിയാണി അരിയല്ലേ, വേഗം വേവും. ഇത് ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഉണ്ട് തീയൊക്കെ കത്തിച്ചു. ചകിരിയൊക്കെ വെച്ചു കൊടുത്ത് നല്ലോണം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് വേകുമ്പോഴത്തേന് വേഗം അടിച്ചു വരി തുടക്കാൻ നിൽക്കാം കേട്ടോ. അടിച്ചോറിലൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടക്കാൻ നിൽക്കാണ്. തുടക്കണ വെള്ളത്തിൽ കുറച്ച് പെനോയിൽ ഒഴിച്ചിട്ട് തുടച്ചാൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ വീടിൻ്റെ ഉള്ളിൽ. അങ്ങനെ തുടക്കൽ കഴിഞ്ഞു. ഇനി അടുക്കള ലാസ്റ്റേ തുടക്കുള്ളൂ. അപ്പോൾ മല്ലിയിലയും പുതിനയിലൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഉള്ളിയൊക്കെ തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. രാത്രി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ആ പണികളൊന്നും ഇല്ലാത്ത രാവിലെ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ രാവിലെ ബിരിയാണി വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചാൽ പണികൾ എളുപ്പമാവും. അപ്പം മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്നില്ല, അതിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞെടുത്തു. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ ചോറ് വെക്കണതിൻ്റെ ഇടയിൽ എല്ലാ പണികളും അതുപോലെ അങ്ങോട്ട് കഴിയും കേട്ടോ. ക്ലീനിങ്ങും ഒക്കെ കഴിയും. അപ്പോൾ ഈ പാത്രങ്ങളിലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാറ്. ഇതിൽ മല്ലിയിലയും പുതിനയിലൊക്കെ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുക. ഞാൻ സോപ്പ് കൊണ്ടാട്ടോ കഴുകൽ. ലിക്വിഡ് എനിക്കിഷ്ടമല്ല. ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അതുകൊണ്ട് കഴുകാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. അതുണ്ട് ഇവിടെ, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും വേറെ എല്ലാ ഐറ്റംസ് ക്ലീനിങ്ങിനൊക്കെ എടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ പാത്രം കഴുകാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പാത്രം കഴുകൽ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെമ്പട്ടി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കണ ഒരു ചെമ്പട്ടിയാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അവിടെ എടുത്ത് വെച്ചു. അപ്പത്തിന് നമ്മൾ ചോറ് വെന്തിരുന്നു. ഇനി അത് ഊറ്റിയെടുക്കാൻ കേട്ടോ. ഞാനിങ്ങനെ ഓട്ടപാത്രത്തേക്ക് തന്നെ ഊറ്റിയിടുകയാണ്. അപ്പോൾ ആ വെള്ളം അങ്ങനെ ഒലിച്ച് പോയിക്കോളും. പിന്നെ ബാക്കിയുള്ളത് കൊട്ടക്കൈലിൽ ഊറ്റി വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഡാൽഡിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ പൊരിക്കണത്. ചോറ് വന്ന അടുപ്പത്ത് തന്നെ ചിക്കനും അവിടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അടുപ്പ് നന്നായിട്ട് കത്തണുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ വെറുതെ ഗ്യാസ് കത്തിക്കണം. അപ്പോൾ ഡാൽഡിയിലാണ് ഞാൻ പൊരിക്കണേ. ഡാൽഡ കുറേ ആയിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ കാണുന്നത്. കണ്ടപ്പോൾ എടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡാൽഡയിൽ ഉണ്ടാക്കി ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നല്ല നെയ്യ് ഉണ്ടാവും കേട്ടോ. ബിരിയാണി ചൂടോടെ കഴിച്ചിട്ടില്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ കയ്യുമ്മയും വായിലൊക്കെ ഇങ്ങനെ ഒട്ടണ പോലെ തോന്നും നമുക്ക്. പിന്നെ അത് കഴുകി കളയാനൊക്കെ നല്ല പണിയാണ് കേട്ടോ. പാത്രത്തിലൊക്കെ നല്ലോണം നെയ്യ് പിടിക്കും. ഡാൽഡയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉള്ളിയൊക്കെ അരിഞ്ഞിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിരുന്നു, അതെടുക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ഡാൽഡ, അതിൽ തന്നെ ഉള്ളി വാട്ടും മിർച്ചി അയച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തൈര് ഇതാ, തക്കാളി ഉണ്ട്, പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ നേരെ അരച്ച് വെച്ചതാട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കും. വാട്ടിയെടുക്കും കേട്ടോ ഉള്ളി. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഞാൻ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. ശനി ഞായറും ദിവസങ്ങളിൽ. പക്ഷേ വെള്ളിയാഴ്ചയാണ് കാക്കൂന് ലീവ്.
അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഇതുവരെ. ഇപ്പോൾ പിന്നെ മക്കൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരും. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ആയാലും അതിൽ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് എന്ന് തന്നെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ അരിച്ച് ഇതൊക്കെ പാർന്നു കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചതിൻ്റെ പൊടികളൊക്കെ അതിലുണ്ട്. പിന്നെ ഉള്ളി നല്ലോണം ഒന്ന് കൈകൊണ്ട് തിരുമ്പിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഉള്ള ഡാൽഡേന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി എത്രത്തോളം നന്നായി വാടിക്കിട്ടണോ അത്രയും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. അപ്പം നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു ബിരിയാണി പോട്ട് നമുക്ക് ആൽക്കാസ് ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയതാട്ടോ. കുറി കൂടിയപ്പോൾ ലാസ്റ്റ് കുറി കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു പാത്രം. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രം കേട്ടോ. അതിൽ ബിരിയാണി ആക്കിയിട്ട് ഇറക്കാനും ഒക്കെ നല്ല സുഖമാണ്. പിന്നെ തൈരിക്കുള്ള ഉള്ളി വെട്ടിയിരുന്നു. അതിലേക്ക് ഞാൻ തൈരും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചോറൊന്നും പറ്റിനാൽ തൈര് സെറ്റായി കിട്ടും. എനിക്ക് ഉള്ളി സുർക്കയിൽ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. സുർക്കയിൽ ഇങ്ങനെ ഇട്ടിട്ട് കച്ചമ്പർ ഉണ്ടാക്കൂലേ, അതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇവിടെ മറ്റുള്ളവർക്കൊക്കെ തൈരിൽ ഉണ്ടാക്കുന്ന ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ അങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതുകൊണ്ട് ചൂടുമില്ല, നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ബിരിയാണി കഴിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ വിറകെടുത്ത കൊടുന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ കേബിൾ ഉണ്ടോ ഈ വിറകിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഇത് സംഭവം കയറിയത് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എന്തായാലും മരം വെട്ടിയത് തന്നെയാണ് ഈ ഒരു വിറക്. അപ്പോൾ മരം ഈ കേബിൾ ഒരു അയലുണ്ടായിരുന്നു അവിടെ കേബിളിൻ്റെ. ആ അയലിൻ്റെ അപ്പുറത്തുകൂടി മരം വളർന്നതാണെന്നാണ് തോന്നണം കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. കണ്ടപ്പോൾ അങ്ങനെ അത്ഭുതം കൊണ്ട് ഞാനൊന്ന് എടുത്തു. ഞാൻ ഏതായാലും കത്തിച്ചില്ല കേട്ടോ, അവിടെ മാറ്റി വെച്ചു. അപ്പം നമ്മുടെ ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കുറേ കഴിഞ്ഞിട്ട് തക്കാളി മാത്രം അങ്ങനെ വാടാത്ത പോലെ കിടക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വാടിയാലേ ഉള്ളൂ ബിരിയാണിക്ക് ടേസ്റ്റ് ഇട്ട്. പിന്നെ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ്. ഗരം മസാല സാധാ പൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയും പിന്നെ നമ്മളായിട്ട് പൊടിച്ചെടുക്കൂലേ അതും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതൊക്കെ അതിന് മാറ്റിയിട്ട് ഇനി ചോറ് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ചിക്കനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. ചോറ് കരിയോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ പിന്നെ വേഗം അടുപ്പത്തു നിന്ന് മാറ്റി, പിന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ. നല്ലോണം കത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഞാൻ ദമ്മിടാറ്. ദമ്മെന്നൊന്നും പറയാൻ പറ്റൂല, ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെക്കും. ഈ ചിക്കൻ ഫുള്ളായിട്ട് ഞാനിതിൽ ചേർക്കൂല കേട്ടോ. അപ്പോൾ മസാല ഒരുപാടാവും. മസാല എല്ലാവർക്കും അങ്ങനെ കൂടുതൽ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ മസാല വേണ്ടവർക്ക് വേണ്ടിയിട്ട് ആ ചിക്കൻ അവിടെ മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതും വെച്ച് കൊടുത്താൽ ആവശ്യമുള്ളവർക്ക് എടുക്കുകയും ചെയ്യാം. മസാല കുറച്ച് വേണ്ടവർക്ക് ഈ ചോറ് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ബിരിയാണി. എൻ്റെ ദമ്മിടൽ ഇങ്ങനെയാണ്. ഇത് നല്ലോണം പരത്തി അമർത്തി കൊടുത്തിട്ട് അടച്ചവിടെ വെക്കുക. അപ്പം നമ്മുടെ ബിരിയാണി പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. അതങ്ങനെ അവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ കഴിക്കാൻ നടത്താൻ കേട്ടോ ഞാനിത് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് എനിക്കറിയില്ല. ചിലർ ചിക്കൻ പൊരിക്കാതൊക്കെ ബിരിയാണി ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ബിരിയാണി ഇങ്ങനെയാണ്. എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് എനിക്കിഷ്ടം. എനിക്ക് മറ്റേത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി. പിന്നെ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കുക കേട്ടോ. മക്കളൊക്കെ വരുമ്പോഴേക്കും ഞാനൊന്ന് ടേസ്റ്റ് നോക്കും. അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.